അതിനാണോ നിന്നെ ഞാൻ പാടുപെട്ട് പഠിപ്പിക്കാൻ അയച്ചത്? ഞാൻ പറയുന്നതിനപ്പുറം ഒരു ചുവട് വെച്ചാൽ കൊല്ലണേ ഞാൻ. ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മച്ചി പറയുന്നത്? നിനക്കറിയില്ലല്ലേ? നീ എന്നെ പോലെ ആകരുതെന്ന് കരുതിയാണ് ദിവസവും ഞാൻ നിന്നെ ഉപദേശിക്കുന്നത്. നീ എനിക്കൊന്നും നേടിത്തരണ്ട. നീ നിന്നെ തന്നെ സൂക്ഷിച്ചാ മതി. അതിനുള്ള ബുദ്ധി നിനക്കുണ്ടായില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന് ഓർമ്മിച്ചോ. അമ്മച്ചി എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നത്. എനിക്കൊരു തെറ്റിദ്ധാരണയില്ലടി. എല്ലാം ഞാൻ നേരിട്ട് കണ്ടതാ. മേലാൽ ഈ വീട് വിട്ട് പുറത്തു പോയാലുണ്ടല്ലോ. എടി, നിന്നെ സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോയവനാരാ? ജോണിയോ? ജോണിയോ? അവൻ ആരാണെന്നാ ചോദിച്ചത്? DSP ലോറൻസ് സാറിന്റെ മകന്. ലോറൻസ് മകന്? അപ്പോ നീ ആ പെണ്ണിന് വിവാഹം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തു അല്ലേ? അതെ അപ്പച്ച. ആരോട് ചോദിച്ചു കൊടുത്തു? എനിക്ക് ട്രീസിയെ ഇഷ്ടമാണ്. നിങ്ങൾ തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്നല്ലേ മേരി പറഞ്ഞിട്ടുള്ളത്? അതെ. എന്നാൽ ഞാൻ നിന്നോട് മറിച്ചാണ് പറയാൻ പോകുന്നത്. ആ പെൺകുട്ടി എന്റെ സ്നേഹിതനായിരുന്ന ആന്റണിയുടെ കൊച്ചുമകളാണ്. ഞാനും ആന്റണിയും തമ്മിലുണ്ടായിരുന്ന സ്നേഹം അടുത്ത തലമുറയിലേക്ക് നീണ്ടു നിൽക്കുന്നത് എനിക്കിഷ്ടമാണ്. ഞാൻ നിനക്കൊരു വിവാഹം ആലോചിച്ചിരുന്നെങ്കിലും ആ പെൺകുട്ടിയെ തന്നെ തിരഞ്ഞെടുത്തത്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ ആഴ്ച കൊണ്ട് തന്നെ വൈറ്റ് വാഷും പെയിന്റിങ്ങും തീർക്കണമെന്ന് കോൺട്രാക്ടറോട് പറയണം. പറയാം സർ. ജോർജ് പൊയ്ക്കുള്ളൂ. ശരി സർ. എന്തിനാ മോള് കരയുന്നത്? എന്നെ കോളേജിൽ അയക്കില്ലെന്ന് അമ്മച്ചി വാശി പിടിച്ചിരിക്കുകയാണ്. കാരണം ഞാനും ജോണിയും തമ്മിൽ കാണുന്നതോ സംസാരിക്കുന്നതോ അമ്മച്ചിക്ക് ഇഷ്ടമല്ല. ജോണി എന്ന് പറയുന്നത് DSP ലോറൻസ് അദ്ദേഹത്തിന്റെ മകനാ. ലോറൻസിന്റെ മകൻ? അതെ. നിങ്ങൾ തമ്മിൽ സ്നേഹമാണ്. മോളെ, നീ ജീവിതമെന്നൊന്ന് മനസ്സിലാക്കാനുള്ള പ്രായമാകുന്നതേ ഉള്ളൂ. മേരി നിന്നെ പ്രസവിച്ച് വളർത്തിയ അമ്മയാണ്. നിന്റെ സ്നേഹബന്ധത്തെ അവൾ എതിർക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടാവും. എനിക്ക് ജോണിയെ മറക്കാൻ കഴിയില്ല. ഏതായാലും മോളിപ്പം വീട്ടിലേക്ക് പോകും. ഞാൻ മേരിയെ കണ്ട് സംസാരിക്കാം. നിനക്ക് ജോണി ഇഷ്ടമാണെങ്കിൽ അവനെ കൊണ്ട് തന്നെ നിന്നെ വിവാഹം കഴിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാം. ധൈര്യമായിട്ട് പൊയ്ക്കുള്ളൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇരിക്കണം. ഡോക്ടർക്ക് വലിയൊരു പേഷ്യന്റിനെ കിട്ടിയതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ മാറിയല്ലേ? എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ് സർ. വില്യം ഡി ക്രൂസിന്റെ അനുഗ്രഹം എന്ന് പറയണം. എങ്ങനെ പറഞ്ഞാലും തെറ്റില്ല സർ. അദ്ദേഹം എന്നെ പോലെ പലർക്കും കാണപ്പെട്ട ദൈവമാണ്. ലോറൻസ് അങ്കിളോ? ആവാ, നിന്നെ കണ്ടൊരു പ്രധാന കാര്യം സംസാരിക്കാൻ വന്നതാണ്. എന്താണ് അങ്കിൾ? ഇവനെ അറിയാമോ? എന്റെ മകനാണ് ജോണി. ഇവൻ പോലീസ് ട്രെയിനിങ് കോളേജിലാണ് പഠിക്കുന്നത്. ഇവനും ട്രീസയും തമ്മിൽ സ്നേഹമാണെന്നുള്ള കാര്യം എന്നെ പോലെ തന്നെ നീ മനസ്സിലാക്കിയിരിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. എല്ലാം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അവളെ വീട് വിട്ട് പുറത്തു പോകരുതെന്ന് വിലക്കിയത്. ഒരാളെ സ്നേഹിച്ചതിന്റെ പേരിൽ എന്റെ ജീവിതം തകർന്നെങ്ങനെയെന്ന് ലോറൻസ് അങ്കിളിന് അറിയില്ലേ? അറിയാം. ആ അനുഭവം എന്റെ മകൾക്കുണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മേരി അക്കാര്യത്തിൽ വിഷമിക്കണ്ട. എത്രയും വേഗം ഇവരുടെ വിവാഹം നടത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. വേണ്ട അങ്കിൾ, അങ്ങനെ ഒരു വിവാഹ ബന്ധത്തെക്കുറിച്ച് ആലോചിക്കേ വേണ്ട. എന്റെ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ച് ഒരു വലിയ നിലയിൽ എത്തിക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. എന്റെ മോളെയെങ്കിലും ആ നിലയിൽ എത്തിച്ചാലേ ഞാൻ അപ്പച്ചനോട് ചെയ്ത തെറ്റിന്
പരിഹാരമാകൂ. എന്റെ മകൾ കാരണം വീണ്ടും കുടുംബത്തിന്റെ അഭിമാനം തകരാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ മകനെ കൊണ്ട് ട്രീസയെ വിവാഹം കഴിപ്പിച്ചാൽ നിന്റെ കുടുംബത്തിന്റെ അഭിമാനം തകർന്നു പോവല്ലേ? അങ്കിൾ, ആന്റണി ഉണ്ടായിരുന്നെങ്കിൽ എന്നെക്കാൾ താല്പര്യത്തോടെ അവന് വിവാഹം നടത്തിക്കുമായിരുന്നു. അങ്കിൾ എന്നോട് ക്ഷമിക്കണം. അങ്ങൊരു പോലീസ് ഓഫീസറാണ്. എന്റെ അപ്പച്ചൻ... മേരി, ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടല്ല, നിന്റെ അപ്പച്ചന്റെ സ്നേഹിതനായിട്ടാണ്. ഞാനും അവരും തമ്മിലുള്ള സ്നേഹത്തിന് നിന്നെക്കാൾ പ്രായമുണ്ട്. ആ സാറ് വന്നാട്ടെ. ഇരുന്നാട്ടെ. നോ താങ്ക് യു. സാർ, ഞാനും മേരിയും തമ്മിലൊരു തർക്കം. ലോറൻസ് അങ്കിൾ, ഇക്കാര്യത്തിൽ അന്യനായ ഒരാളെ ഇടപെടുത്തുന്നത് ശരിയല്ല. അന്യനായ ഒരാളോ? ഡിക്രൂസ് അദ്ദേഹം മേരിയുടെ സ്വന്തം അപ്പച്ചനല്ലേ? അതായത് അപ്പച്ചനെ പോലെ ഒരു രക്ഷകർത്താവ്. ആന്റണിയുടെ സ്ഥാനത്താണ് ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത്. മേരി, ഒന്നിങ്ങോട്ട് വരൂ. മേരി, ഏതായാലും അവർ തമ്മിൽ സ്നേഹിച്ചു. ഇനി വേർപിരിക്കാൻ നോക്കുന്നതിനേക്കാൾ വിവാഹം നടത്തുന്നതാണ് നല്ലത്. സർ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഈ വിവാഹം നടത്താൻ സമ്മതമാണെന്ന് പറയൂ. മേരി ഒരു വാക്ക് പറഞ്ഞാൽ മതി. അടുത്ത ഞായറാഴ്ച തന്നെ പള്ളിയിൽ വെച്ച് ഈ വിവാഹം നടത്താം. അല്ലെങ്കിലും വിവാഹം നടത്തിവെക്കാൻ ലോറൻസ് അങ്കിളിന് എപ്പോഴും ധൃതിയാണല്ലോ. പണ്ട് ഞാൻ നടത്തിയൊരു വിവാഹം പരാജയപ്പെട്ടതുകൊണ്ട് ഈ വിവാഹം ഡിക്രൂസ് അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ നടക്കട്ടെ. മേരി എന്താ ആലോചിക്കുന്നത്? കല്യാണം നടത്താനുള്ള പണം നിന്റെ കയ്യിലില്ലെങ്കിൽ നിന്റെ കഴിവനുസരിച്ച് നടത്തിയാൽ മതി. എനിക്കതിൽ പരാതിയില്ല. അത് വേണ്ട മിസ്റ്റർ ലോറൻസ്. മേരി, ആന്റണി ഇത് കണ്ടിരുന്നെങ്കിൽ ഡിക്രൂസ് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചേനെ. അവൻ എവിടെയാണെന്നോ എന്ത് ചെയ്യുന്നെന്നോ ആർക്കറിയാം. ഡോക്ടർ, ഇതൊരു ബ്ലാങ്ക് ചെക്കാണ്. ആവശ്യമുള്ള തുക എഴുതിയെടുത്തോളൂ. മിസ്റ്റർ ലോറൻസിന്റെ അന്തസ്സിന് യോജിച്ച രീതിയിൽ തന്നെ ഈ വിവാഹം നടത്തണം. സർ, ഈ ചെക്കിൽ ആന്റണി ഒപ്പിട്ടിരിക്കുന്നത്. ഇവിടെ നോക്കട്ടെ. വേണ്ട വേണ്ട, അതിന് തന്നേക്കൂ. ഐ എം സോറി, എന്തോ ഒരു കൺഫ്യൂഷൻ. ഒരു കൺഫ്യൂഷനും ഇല്ല. ലോറൻസ് സാർ ആന്റണി ആന്റണി എന്ന് പറഞ്ഞപ്പോ ആ ഓർമ്മയിൽ ഒപ്പിട്ടതായിരിക്കും. Yes, yes, that's it. That's right. Oh, that's it, that's it. ഇതാണ്. സർവശക്തന്റെ കാരുണ്യം കൊണ്ട് എല്ലാം മംഗളമായി നടക്കും. ഡോക്ടർ, മേരി ആരോരുമില്ലാത്തവളാണ്. ഈ വിവാഹം നിങ്ങളുടെ സ്വന്തം മോളുടെ വിവാഹം പോലെ നിങ്ങൾ തന്നെ നടത്തിക്കണം. എല്ലാം ഞാൻ ഏറ്റു. അപ്പോ ഞാൻ വരട്ടെ. ഈ നാട്ടിൽ ആരെക്കൊണ്ടും നടത്താൻ കഴിയാത്തൊരു കല്യാണമായിരിക്കണം ഇത്. പള്ളിയും മംഗളവുമെല്ലാം ഒരു പറുദീസയാക്കി മാറ്റണം. കുർബാന മുതൽ ഡിന്നർ വരെയുള്ള എല്ലാ കാര്യങ്ങളും കോടീശ്വരനായ എന്റെ അന്തസ്സിനനുസരിച്ച് നടത്തണം. അലങ്കരിച്ച കാറിൽ പെണ്ണിനെയും ചെറുക്കനെയും ഇരുത്തി ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തു പോകും. നമുക്കൊരേ ഒരു കുറവേ ഉള്ളു മോളെ. ഇതെല്ലാം കാണാൻ നമ്മുടെ അച്ഛനില്ലാതെ പോയി. പക്ഷേ അച്ഛന്റെ ആത്മാവ് എന്നോടത്തുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ ചെയ്യാനിരുന്നതെല്ലാം എന്റെ കൊച്ചുമോൾക്ക് വേണ്ടിയെങ്കിലും എനിക്ക് ചെയ്യണം. എന്താ മോളെ, എന്തിനാ നീ കരയുന്നത്? എന്റെ മനസ്സിൽ അടക്കിയിട്ടടങ്ങാത്ത ആഗ്രഹങ്ങളാണ് ഞാൻ പറഞ്ഞു പോയത്. നടക്കാത്ത കാര്യങ്ങളെ പറ്റി അപ്പച്ചൻ എന്തിനാ സ്വപ്നം കാണുന്നത്? നടക്കാത്ത കാര്യങ്ങളോ? ട്രീസയുടെ കല്യാണം ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കും. ഇല്ല അപ്പച്ച,
അവളുടെ കല്യാണത്തിന് ഒരു വിരുന്നുകാരനെ പോലെ നോക്കി നിൽക്കാനേ അപ്പച്ചന് കഴിയൂ. മോളെ മേരി, DSP ലോറൻസിന്റെ മകന് പാവപ്പെട്ട മേരി ടീച്ചറുടെ മകൾ ട്രീസയുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത്. അവിടെ അപ്പച്ചന് വില്യം ഡിക്രൂസ് ആയിട്ടേ വരാൻ കഴിയൂ. ഞാനിപ്പോ അപ്പച്ചനെ കാണാൻ വന്നത് കല്യാണക്കാര്യം പറയാനല്ല. പിന്നെ അപ്പച്ചൻ ഇനി ഒരു നിമിഷം പോലും ഈ നാട്ടിൽ നിൽക്കാൻ പാടില്ല. മേരി, അപ്പച്ചനോടൊന്ന് പോയേ പറ്റൂ. വേണ്ട മോളെ, ഈ ലോകത്ത് എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ നാട്ടിൽ കഴിയുന്നത് തന്നെ നിന്നെ കണ്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനിയും നിന്നെ പിരിഞ്ഞ് ഞാൻ ഒരിടത്തും പോവില്ല. അപ്പച്ച, ലോറൻസ് അങ്കിൾ അപ്പച്ചനെ എങ്ങനെയെങ്കിലും പിടികൂടി ജയിലിലടയ്ക്കും. അതിനു മുൻപ് അപ്പച്ചൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാകും. അപ്പോ ഇനിയും ഞാൻ ആരോരുമില്ലാത്തവനായി അന്യനാട്ടിലേക്ക് പോകണമല്ലേ? വേറൊരു വഴിയുമില്ല അപ്പച്ച. എവിടെയാണെങ്കിലും എന്റെ അപ്പച്ചൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് കേട്ടാൽ എനിക്കത് മതി. വിധിയുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും നമുക്ക് കാണാം. പോകാന്ന് പറയൂ അപ്പച്ച. എനിക്ക് വേണ്ടി, അപ്പച്ചന്റെ മോൾക്ക് വേണ്ടി പറയൂ, പറയൂ അപ്പച്ച. ശരി മോളെ, അപ്പച്ചൻ പോകാം. ജോർജ്, എനിക്ക് അടുത്ത ഫ്ലൈറ്റിൽ തന്നെ സിംഗപ്പൂരിലേക്ക് പോകണം. യാത്രയ്ക്കുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യും. Sorry, Mr. William DeCruz. You can't escape. ഞാൻ അറിയാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് കരുതേണ്ട. മേരി ഇവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. ഞാൻ ഇദ്ദേഹത്തെ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതാ. അറിയാം. ഡിക്രൂസ് സാർ, നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വാറണ്ടോ? യെസ്. ജോണിയുടെയും ട്രീസയുടെയും മാരേജ് ഇൻവിറ്റേഷന്റെ പ്രൂഫാണിത്. താങ്കളുടെ രക്ഷാധികാര്യത്തിൽ നടക്കുന്നുവെന്നാണ് ഞാൻ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അഭിപ്രായം അറിയാനാണ് ഞാൻ വന്നത്. താങ്ക് യു വെരി മച്ച്. ഞാൻ വരാൻ അല്പം വൈകിയിരുന്നെങ്കിൽ നിങ്ങൾ കടന്നുകളയായിരുന്നു അല്ലേ? അല്ല, സിംഗപ്പൂർ ഫ്ലൈറ്റിന് പോകുമായിരുന്നില്ലേന്ന്. ഒരു അർജന്റ് മാറ്റർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഉടനെ പോകാൻ തീരുമാനിച്ചത്. ഞാൻ വിട്ടയച്ചാലേ നിങ്ങൾ പോകൂ. എന്ന് വെച്ചാൽ വിവാഹത്തിന് നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരും. നിങ്ങളുടെ ചുമതലയിൽ വേണം എല്ലാ ചടങ്ങുകളും മംഗളമായി നടത്താൻ. ശരി, ഞാൻ ആലോചിക്കട്ടെ. ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മ വേണം. ഇതൊരു പോലീസ് ഓഫീസറുടെ മകന്റെ വിവാഹമാണ്. അത് കഴിയുന്നതിന് മുമ്പ് പോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. I have already told you that you can't escape. വരട്ടെ. ലോറൻസ് അങ്കിളിന്റെ ഓരോ വാക്കും അപ്പച്ചന്റെ നേരെയുള്ള വാർണിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് അപ്പച്ചൻ എവിടെയെങ്കിലും പോകണമെന്ന് ഞാൻ പറഞ്ഞത്. ഇല്ല മോളെ, അവൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തോട്ടെ. ലോറൻസിന് മുമ്പിൽ ഒരു ഭീരുവായിട്ട് ഞാൻ ജീവിക്കില്ല. അപ്പച്ച, നീ ഭയപ്പെടാതെ. ലോറൻസ് 7 ജന്മം എടുത്തു വന്നാലും ഞാനാണ് ആന്റണിയും തെളിയിക്കാൻ അവന് കഴിയില്ല. അപ്പോ അപ്പച്ചന്റെ അവസാന തീരുമാനം എന്താണ്? ട്രീസയുടെ കല്യാണം കഴിയുന്നവരെ ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടാകും. ഇവിടുത്തെ നിയമവും നീതിപീഠങ്ങളും എന്റെ നീർണപ്പോഴും സ്പർശിക്കാതെ നിൽക്കാനുള്ള കരുത്ത് എനിക്കുണ്ട്. എനിക്കിട്ട് ഒരു നിമിഷം പോലും സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയാത്ത എനിക്ക് എന്റെ കൊച്ചുമോളുടെ കല്യാണം കാണണം. എന്നിട്ടെന്നെ വിലങ്ങ് വെക്കുകയോ കഴുകുമരത്തിലേറ്റുകയോ ചെയ്തോട്ടെ.